ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഓം നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനേ സച്ചിദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ.
സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാ ബോധേ ഭക്തിപഥേ തവാപ്യുചിതദാമായാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ പുണ്യമേറിയ സായാഹ്നവേളയിൽ പുണ്യനാമങ്ങൾ പാടുന്നു സാധുക്കൾ പുണ്യശാലികളാകും ജനങ്ങളെ വീണു വന്ദിപ്പിൻ വാതാലയേശനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ബ്രഹ്മശങ്കര ദേവാദിയേവരും ബ്രഹ്മമാം നാമസങ്കീർത്തനത്താലേ ബ്രഹ്മാനന്ദത്തിലാണ്ടു വിലസുന്നു വീണു വന്ദിപ്പിൻ വാതാലയേശനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കാലമോർക്കുകിലിന്നു കലിയുഗം ഇല്ല എങ്ങുമേ ശാന്തി നിനയ്ക്കുകിൽ ഇല്ല കർമാതിശുദ്ധി ഒരുത്തനും വീണു വന്ദിപ്പിൻ വാതാലയേശനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതാമൃതം ശ്രീമദ് ഭാഗവത മഹാത്മ്യം 2-ാം അധ്യായം. ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം മഹൽ വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ് ഭാഗവതധ്വനേഃ കലേർദോഷാ ഇമേ സർവേ സിംഹശബ്ദാൽ മൃഗാ ഇവ. ജ്ഞാനവൈരാഗ്യസംയുക്ത ഭക്തിപ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തതക്രീഡാം കരിഷ്യതി. നാരദ ഉവാച
വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർപ്രബോധിതം ഭക്തിജ്ഞാനവിരാഗാണം നോതതിഷ്ഠൽ ത്രികം യദാ. ശ്രീമദ്ഭാഗവതാലാപാൽ തൽക്കഥം ബോധമേഷ്യതി തൽക്കഥാസുതു വേദാർത്ഥശ്ലോകേ ശ്ലോകേ പദേ പദേ ചിന്തന്തു സംശയം ഹ്യേനം ഭവന്തോ അമോഘദർശനാ വിളംബോ നാത്ര കർത്തവ്യ ശരണാഗതവത്സലാ. കുമാരാവൂജുഹു വേദോപനിഷദം സാരാൽ ജാതാ ഭാഗവതീ കഥാ അത്യുത്തമാ തതോ ഭാതി പൃഥഗ്ഭൂതാ ഫലാകൃതിഃ. ആമൂലാഗ്രം രസസ്തിഷ്ഠന്നാസ്തേന സ്വാദ്യതേ യഥാ സഭൂയഃ സംപൃഥഗ്ഭൂത ഫലേ വിശ്വമനോഹരഃ. യഥാ ദുഗ്ധേ സ്ഥിതം സർപ്പി ന സ്വാദായോപകൽപ്പതേ പൃഥഗ്ഭൂതം ഹി തദ്ഗവ്യം ദേവാനാം രസവർദ്ധനം. ഇക്ഷൂണാമാദിമധ്യാന്തം ശർക്കരാവ്യാപ്യ തിഷ്ഠതി പൃഥഗ്ഭൂത ച സാമിഷ്ട തഥാ ഭാഗവതീ കഥാ. തഥാ ഭാഗവതീ കഥാ. ശ്രീമദ് ഭാഗവതം അതിൻ്റെ മഹാത്മ്യത്തോടുകൂടി അനുസ്മരിക്കുന്ന സമയത്ത് വിസ്തരിച്ച് അനുസ്മരിക്കാനുള്ളൊരു മഹാഭാഗ്യം നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഭാഗവത മഹാത്മ്യം ലഭിക്കുകയുള്ളൂ, അനുസ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു യജ്ഞത്തിൽ ഇത് അസാധ്യമാണ്. കാരണം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഒരു ഭാഗവത മഹാത്മ്യമൊക്കെ വർണ്ണിക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഭാഗവത മഹാത്മ്യം വർണ്ണിക്കുമ്പോൾ തന്നെ അതിൻ്റെ പരിമിതി എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ അതല്ല. നമ്മളിപ്പോൾ 10-20 സുദിനങ്ങളിലായി ഏതാണ്ട് സമയമെടുത്തുകൊണ്ട് തന്നെ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ കഴിവതും വിസ്തരിച്ച് ഭാഗവത മഹാത്മ്യം വർണ്ണിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുകയാണ്. അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്ന സമയത്ത് ആ ഭക്തിയിലേക്ക് നമുക്ക് എന്തായാലും എത്താൻ സാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോഴും നമ്മൾ ഉദാഹരണ സഹിതമാണ് ഓരോന്നായിട്ട് മനസ്സിലാക്കുന്നത്. നേരത്തെ മനസ്സിലാക്കി യഥാദുഗ്ധേ സ്ഥിതം സർപ്പിൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു മാവിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന രസത്തെ നമ്മൾ മാങ്ങയിലൂടെയാണ് ആസ്വദിക്കുന്നത്, അല്ലാതെ സാധാരണക്കാരന് സാധിക്കില്ല. ഇതുപോലെ നമുക്ക് പാലിൽ വ്യാപിച്ചിരിക്കുന്ന നെയ്യ്, പാലിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്നതാണ് നെയ്യ്. ആ പാലിൽ വ്യാപിച്ചിരിക്കുന്ന നെയ്യ് സാധാരണക്കാരന് അനുഭവിക്കാൻ യോഗ്യമാകുന്നില്ല. ഉണ്ടോ? സത്യത്തിൽ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ
അല്പം നമുക്ക് നെയ്യുടെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെണ്ണയുടെ ആവശ്യമുണ്ടെങ്കിൽ വെണ്ണയ്ക്ക് പകരം ഒരു ഗ്ലാസ് പാല് കൊണ്ട് തന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷേ വെണ്ണ അതിനകത്തുണ്ട്. പക്ഷെ നമുക്കത് സാധാരണക്കാരന് എളുപ്പത്തിൽ അപ്രാപ്യമല്ല. ആണോ? അല്ലല്ലോ, അല്ല. അതുപോലെ പാലിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നെയ്യ് അല്ലെങ്കിൽ അതിൽ സ്ഥിതി ചെയ്യുന്ന വെണ്ണ അനുഭവിക്കാൻ യോഗ്യമാകുന്നില്ല. പക്ഷേ പാല് കാച്ചി വേണ്ടതുപോലെ തിളപ്പിച്ച് പാട കിട്ടിയതിന് ശേഷം തണുക്കാൻ വെച്ച് പിന്നീട് അതിൽ മോര് ഒഴിച്ച്, അതായത് പുളിപ്പ് ഉണ്ടാക്കി അതിനെ കട്ടിപ്പിടിപ്പിക്കുക, അങ്ങനെ തൈരാക്കി മാറ്റുക. അത് വേണ്ടതുപോലെ പുളിച്ച് തൈരായതിനു ശേഷം ആ തൈരെടുത്ത് മഥനം ചെയ്ത് വേണ്ടതുപോലെ പരിശ്രമിച്ച് മഥനം ചെയ്ത് കഴിഞ്ഞാൽ കടഞ്ഞെടുത്താൽ അതിൽ നിന്ന് നമുക്ക് നെയ്യ് കിട്ടും. ദേവന്മാർക്ക് കൂടെ രസത്തെ വർദ്ധിപ്പിക്കുന്ന ദിവ്യപദാർത്ഥം നവനീതം ആയി അതനുഭവപ്പെടും. നെയ്യായിട്ട്, വെണ്ണയായിട്ട്. ഉണ്ണികൃഷ്ണനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വെണ്ണയായി മാറുന്നത്. പക്ഷേ ഇത്രയും പണിയെടുക്കണം. പാലിലുള്ളതാണിത്. പുതിയതായിട്ട് എവിടെ നിന്നും കൊണ്ടുവരുന്നതല്ല, കടയുന്ന സമയത്ത് പുറമേ നിന്ന് വന്ന് ചേരുന്നതല്ല. ഇതുപോലെ മൂലപദാർത്ഥമായ പാലിനും നെയ്യിനും ഗുണഭേദം സ്പഷ്ടമാണ്. പാലിൻ്റെ ഗുണത്തിലാണുള്ളത്, നെയ്യുടെ ഗുണത്തിലാണുള്ളത്. പക്ഷെ രണ്ടും ഒന്നിൽ നിന്ന് തന്നെയാണ് ഉടലെടുത്തതെങ്കിലും സാധാരണക്കാരന് നെയ്യ് അനുഭവപ്പെടുന്നത് ഉണ്ണികൃഷ്ണന് അല്ലെങ്കിൽ ഭഗവാനൊക്കെ നെയ്യ് സമർപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഔഷധത്തിൻ്റെ ആവശ്യത്തിന് വെണ്ണ ആവശ്യമുണ്ടെങ്കിൽ പാലുകൊണ്ട് കാര്യമില്ലാത്തതുപോലെ അനുഭവപ്പെടുത്താൻ സാധിക്കാത്തതുപോലെ സാധാരണക്കാരനെ അനുഭവപ്പെടുത്താൻ വേദത്തിലും വേദാന്തത്തിലും ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലയിച്ചിരിക്കുന്ന ആ രസത്തെ ഭാഗവതത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുത്തുന്നു. അതുകൊണ്ട് കോരിക്കുടിച്ചിടുമിൻ മാലോകരെ ഭാഗവതത്തിൻ രസം ആലയം എന്നാണ് പറയുന്നത്. അത്രയും ശ്രേഷ്ഠമാണ്. ഇനി അടുത്തതായിട്ട് മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണ്. ഇക്ഷൂണാം ആദിമധ്യാന്തം ശർക്കര വ്യാപ്യതിഷ്ഠതി പൃഥഗ്ഭൂതാജസാമിഷ്ടാ തഥാ ഭാഗവതീ കഥ. കരിമ്പിൻ രസത്തിൽ, അതായത് കരിമ്പിൽ കരിമ്പിൻ തണ്ടുകളുടെ അടി മുതൽ മുടി വരെ മധുരരസം വ്യാപിച്ചിരിക്കുന്നു. സംശയമില്ലല്ലോ. കരിമ്പിൻ തണ്ടിൻ്റെ അടി മുതൽ മുടി വരെ വ്യാപിച്ചിരിക്കുന്നതാണ് മധുരരസം, ശർക്കര രസം എന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്ക് സാധാരണക്കാരന് അനുഭവപ്പെടാൻ ശർക്കരയുടെ രൂപത്തിൽ അനുഭവപ്പെടണം. അല്ലാതെ കുറച്ച് അരിയും ഒരു നാളികേരം തേങ്ങയും കൊണ്ടുവന്ന് 2 കഷ്ണം കരിമ്പ് കൂടി വെച്ച് നല്ല പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ സാധിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുക? ഈ കരിമ്പ് കഷ്ണം കൊണ്ടോ? അല്ല, അതിനുള്ളിലാണല്ലോ ഈ ശർക്കരയുള്ളത്. ശർക്കരയല്ലേ വേണ്ടത്, മധുരമല്ലേ വേണ്ടത്. അതുകൊണ്ട് കാര്യമില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. പാലും പഞ്ചസാരയും അരിയും കൊണ്ടാണ് പാൽപ്പായസം ഉണ്ടാക്കുന്നതെങ്കിൽ പാലും അരിയും കൊണ്ടുവച്ചതിന് ശേഷം ഒപ്പം ഒരു 3 മുട്ട് കരിമ്പ് കൂടി കൊണ്ടുവച്ചാലോ അല്ലെങ്കിൽ അതിൻ്റെ രസം പിഴിഞ്ഞൊഴിച്ചാലോ പാൽപ്പായസമാകില്ല. ചക്കിലിട്ട് ആട്ടി ആ രസത്തെ വേർതിരിച്ച് ഉറച്ച് വന്നതിന് ശേഷം ആ ശർക്കരയാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അത് അതിസ്വാദുള്ളതായിട്ട് ഇത്തരം കാര്യത്തിന് ശർക്കരയുടെ ആവശ്യത്തിന് ഉപയോഗപ്പെടുള്ളൂ. കരിമ്പിലെ നീര് കൊണ്ട് സാധിക്കില്ല. അതുതന്നെ കൽക്കണ്ട രൂപത്തിൽ പഞ്ചസാരയുടെ രൂപത്തിലേക്ക് ഒന്നുകൂടി മാറ്റം ചെയ്യുന്ന സമയത്ത് മാത്രമേ പാൽപ്പായസത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഉദാഹരണസഹിതം വേദാന്തികളിൽ വ്യാപിച്ചിരിക്കുന്ന, വേദാന്താദികളിൽ വ്യാപിച്ചിരിക്കുന്ന രസത്തെ വേർതിരിച്ചെടുത്ത ഭാഗവത കഥ വേദാന്താദികളേക്കാൾ ഉത്തമമായിട്ട് വരുന്നു എന്ന് പറയാൻ കാരണം
കാരണം കരിമ്പ് നീര്, ആ കരിമ്പ് നീരിൽ എല്ലാ അംശങ്ങളും ഉണ്ടെങ്കിലും ഒരു ശർക്കരയായിട്ട് അനുഭവപ്പെടുമ്പോൾ അത് കുറേ കൂടി ഉത്തമമാകുന്നത് പോലെ സാധാരണക്കാരന് ഉത്തമമായിട്ട് അനുഭവപ്പെടുന്നത് ഈ ഭാഗവതാമൃതം. അത് അത്രമാത്രം ശ്രേഷ്ഠമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. വ്യാസമുനി ആണ് ഭാഗവതാമൃതം സാധാരണക്കാരന് കിട്ടുന്ന തരത്തിൽ ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠമാണ്. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. 4 വേദങ്ങളിലുമുള്ള സാരത്തെ, വേദത്തെ 4ആയിട്ട് വ്യസിച്ച ആൾ, അതായത് പകുത്ത ആളാണ് വേദവ്യാസൻ. വേദവ്യാസൻ്റെ യഥാർത്ഥ പേര് നമ്മൾ ആദ്യം അനുസ്മരിച്ചു. ദ്വൈപായനൻ, ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ. കൃഷ്ണൻ എന്ന പേര്, പിന്നീട് കൃഷ്ണദ്വൈപായനായി. വേദത്തെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസനായി. അങ്ങനെയുള്ള വേദവ്യാസൻ ആ 4 വേദങ്ങളിലുമുള്ള സാരത്തെ പുരാണ സ്വരൂപത്തിലാക്കി വാർത്തെടുത്തു. ആദ്യം അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഈ 17 പുരാണങ്ങളും എഴുതിയിട്ടും വേദത്തിൻ്റെ പരിപൂർണമായ സാരത്തെ പ്രകാശിപ്പിക്കാൻ പറ്റുന്ന ഒരു പുരാണം എഴുതാത്തത് കൊണ്ട്, അല്ലെങ്കിൽ രചിക്കാത്തത് കൊണ്ട്, കണ്ടെത്താത്തത് കൊണ്ട് വ്യാസന് ദുഃഖമുണ്ടായി എന്നും വളരെ ദുഃഖിതനായി ശമ്യാപ്രാസം, ബദരിനാരായണ ആശ്രമത്തിന് സമീപത്തുള്ള ശമ്യാപ്രാസം എന്ന ഗുഹയിൽ അങ്ങനെ ദുഃഖിതനായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് സാക്ഷാൽ നാരദ മഹർഷി വീണാപാണിയായി മധുരമധുരമായ നാരായണ നാമത്തിൻ്റെ അലയൊലികളോട് കൂടിയിട്ട് ആ വ്യാസൻ്റെ മുന്നിലേക്ക് വരുന്നതും ശ്രീനാരദൻ വ്യാസന് അതിവിശേഷപ്പെട്ട ഭാഗവതം ഉപദേശിക്കുകയും ചെയ്യുന്ന രംഗം നമ്മൾ ഭാഗവത ആരംഭത്തിൽ വിസ്തരിച്ച് കഥയായിട്ട് അനുസ്മരിക്കുന്നു. അതിപ്പോഴ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അന്ന് ആദിനാരായണൻ, പരബ്രഹ്മമൂർത്തിയായ പരമേശ്വരൻ, സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ഭഗവാൻ തൻ്റെ പൊക്കിളിൽ ഉണ്ടായ താമരയിൽ സൃഷ്ടി ചെയ്യപ്പെട്ട സാക്ഷാൽ ബ്രഹ്മാവ് ഭവഭീതനായ സമയത്ത് 4 ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഉപദേശിച്ചിരുന്നു ഈ വിഷ്ണു ഭഗവാൻ, ആദിനാരായണമൂർത്തി. ഭാഗവത മുഴുവനും സാരം 4 ശ്ലോകത്തിൽ ഉപദേശിച്ചു. അത് ബ്രഹ്മാവ് എന്തു ചെയ്തു? നാരദന്, തൻ്റെ പുത്രനായ നാരദന് ഉപദേശിച്ചു കൊടുത്തു. നാരദൻ ആ ഭാഗവതം ഉള്ളിൽ ഒതുക്കിയിട്ട് ഭാഗവതത്തിൻ്റെ രസം മുഴുവനും ഉള്ളിൽ അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാരദ മഹർഷി വ്യാസന് ഈ 4 ശ്ലോകം ഉപദേശിച്ചു കൊടുത്തു. ഇതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. 4 ശ്ലോകത്തിൽ ഭാഗവതത്തിൻ്റെ തത്വങ്ങളെ മുഴുവനും സംഗ്രഹിച്ച് സാരാൽസാരമായി രസമാക്കി ഉറപ്പിച്ചു വെച്ചിട്ടുള്ളതിനെയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. പക്ഷെ അത് പോരാ സാധാരണക്കാരന്. അതുകൊണ്ട് വ്യാസൻ ഉപദേശിച്ച ഈ ഭാഗവതം വ്യാസൻ തൻ്റെ മനസ്സിൽ വേണ്ടതുപോലെ അത് കണ്ടെത്തി ലോകത്തിൻ്റെ ദുഃഖം തീർക്കുന്നതിന് വേണ്ടി, തൻ്റെ ദുഃഖം തീർക്കുന്നതിന് വേണ്ടി അതിവിശേഷപ്പെട്ട ഭാഗവതമായി ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തു. അതോടുകൂടിയിട്ട് വ്യാസൻ്റെ ദുഃഖം തീർന്നു. മനക്ലേശം തീർക്കാൻ വ്യാസൻ്റെ ദുഃഖത്തിൽ നിന്നാണ് ഭാഗവതം എന്ന് പറയുക. വ്യാസവിഷാദയോഗത്തിൽ നിന്നാണ് ഭാഗവതം എന്ന് പിന്നീട് പറഞ്ഞു തരും. അങ്ങനെ ഇത് വ്യാസൻ്റെ ദുഃഖം തീർക്കാൻ സാധിച്ചിട്ടുള്ളതാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരു ദുഃഖത്തെ ഇല്ലാതാക്കാൻ ശ്രീമദ് ഭാഗവതത്തിന് സാധിക്കും എന്നുറപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് മനക്ലേശം തീർക്കാൻ ഭാഗവതം ഏറ്റവും ശ്രേഷ്ഠമാണ്. വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് ആ പൂജാമുറിയിലുള്ള ഭാഗവതം എന്നെടുത്ത് വായിക്കുക. ആ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള വഴി ഇതിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. നമ്മളെ ലക്ഷണയുക്തമാണ് ഭാഗവതം. മഹാത്മാക്കൾ ഈ ഭാഗവതത്തെ ആ രീതിയിലാണ് കണ്ടെത്തുക കൂടി ചെയ്തിട്ടുള്ളത് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം. ശ്രീമദ് ഭാഗവതം ശോകത്തെയും ദുഃഖത്തെയും, ശോകമെന്താണ് ദുഃഖമെന്താണെന്നൊക്കെ ഭാഗവതം പിന്നീട് വിസ്തരിച്ച് വർണ്ണിച്ചു തരും. അങ്ങനെ ശോകത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കാൻ ശ്രീമദ് ഭാഗവതം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് ഇവിടെ ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നു. ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം. ഈ 4 വേദങ്ങളുടെ സാരാൽസാരമായിട്ടുള്ള ഭാഗവതം
എല്ലായിടത്തും വേദത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ക്ഷേത്രങ്ങളിൽ ചൈതന്യവർദ്ധനവിന് വേദം ശ്രേഷ്ഠമാണെങ്കിൽ ഈ കലിയുഗത്തിൽ വേദാന്ത സാരമായ ശ്രീമദ് ഭാഗവതം യജ്ഞത്തിലൂടെയോ അല്ലാതെയോ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ തന്നെ ക്ഷേത്രാന്തരീക്ഷം പരിശുദ്ധമാകും, തറവാടുകളുടെ അന്തരീക്ഷം പരിശുദ്ധമാകും, കുടുംബാന്തരീക്ഷം പരിശുദ്ധമാകും. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഏറ്റവും ശ്രേഷ്ഠം. അനേക ജന്മങ്ങളിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ ഫലരൂപമായ ഭാഗ്യം എപ്പോൾ ഫലത്തെ കൊടുക്കുവാൻ പാകം വരുന്നുവോ അപ്പോൾ പുരുഷന് സജ്ജന സംസർഗമുണ്ടാകുന്നു, സത്സംഗമുണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്മപുരാണത്തിൽ നാരദ സനൽകുമാരാദികൾ തമ്മിലുള്ള സംഭാഷണ രൂപത്തിലുള്ള ഈ 2ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിച്ച് ഇനി നാളെ മുതൽ 3ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു. അവിടെ വെച്ചാണ് നാരദ മഹർഷിയും സനൽകുമാരാദികളും ഈ ബദരി ആശ്രമത്തിൽ വെച്ചുള്ള ഈ സംഭാഷണം മറ്റൊരു രൂപത്തിലേക്ക് സപ്താഹ യജ്ഞം നടത്തുന്നതിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അനുസ്മരിക്കാനുള്ളത്. സുസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനദജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയൊടു പൊറുത്തുമാം തുൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകി സലയം നാഥത്തെ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാഗവതാമൃതം